ഒറ്റക്കല്ലിൽ തീർത്ത ഒരു പുരാതന വിസ്മയം. ഗ്രീസിലെ പാർഥനോണെ വെല്ലുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ശില്പകല. പുരാതന ഇന്ത്യയുടെ ആ വലിയ രഹസ്യം. നൂറ്റാണ്ടുകൾക്ക് മുൻപ് കരകൗശല വിദഗ്ധർ മലഞ്ചെരുവിലെ ഒരു ഉറച്ച പാറയിൽ നിന്ന് കൊത്തിയെടുത്ത വിസ്മയിപ്പിക്കുന്ന ആ ഘടന. ഞാൻ സംസാരിക്കുന്നത് ഓരോ സ്തംഭവും ദൈവിക ഭാഷ സംസാരിക്കുന്ന എലോറയിലെ കൈലാസ ക്ഷേത്രത്തെ പറ്റി. മുകളിൽ നിന്ന് താഴേക്ക് കൊത്തിയെടുത്തിരിക്കുന്ന ഈ ഗുഹാക്ഷേത്രത്തിന്റെ ശില്പകലാ വൈഭവം ആരുടേത്? അതിന്റെ ചരിത്രമെന്ത്? മനസ്സിനെ ത്രസിപ്പിക്കുന്ന ഈ ഗുഹാക്ഷേത്രത്തിന്റെ രൂപകൽപ്പനയും കൊത്തുപണികളും അന്യഗ്രഹ ശക്തിയുടെ കലാവിരുത് എന്ന് പറയപ്പെടുന്നത് സത്യമോ? ഈ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജസ്റ്റിൻ തോമസ് ആൻഡ് വി ആർ ജസ്റ്റിൻ കോൺവെർസേഷൻസ്. മഹാരാഷ്ട്രയുടെ പടിഞ്ഞാറൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഔറംഗാബാദ് ജില്ലയിലെ സംഭാജിനഗറിനടുത്തുള്ള എല്ലോറ ഗുഹകളിലെ പാറകൾ വെട്ടിയുണ്ടാക്കിയ ആശ്രമങ്ങളും ഗുഹാക്ഷേത്രങ്ങളും ഉൾപ്പെടുന്ന 34 ഘടനകളിലെ ഒന്നാണ് കൈലാസനാഥ ക്ഷേത്രം. ഒരു പാറക്കല്ലിൽ നിന്ന് രൂപം കൊണ്ട ഈ ക്ഷേത്രം ഇന്ത്യയിലെ ലോകത്തിലെ തന്നെ ഏറ്റവും ആകർഷകമായ ഗുഹാക്ഷേത്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. 2 പതിറ്റാണ്ടിലേറെ സമയമെടുത്ത് കൊത്തിയുണ്ടാക്കിയതാണ് ഈ ക്ഷേത്രമെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഈ പുരാതന വിസ്മയത്തെക്കുറിച്ച് മനസ്സിനെ ത്രസിപ്പിക്കുന്ന നിരവധി വസ്തുതകളുണ്ട്. സഹ്യാദ്രി മലനിരകളിലെ ബസാൾട്ട് പാറക്കെട്ടുകളിൽ നിന്നാണ് ഈ ഗുഹകൾ കൊത്തിയെടുത്തത്. അക്കമിട്ടിരിക്കുന്ന 34 പാറകൾ മുറിച്ച നിർമ്മിതികളിൽ 1 മുതൽ 12 വരെ ഗുഹകളിൽ ബുദ്ധമത അടയാളങ്ങളും ബ്രാഹ്മണ ഘടനകൾ 13 മുതൽ 29 വരെയും ജൈന ഘടനകൾ 30 മുതൽ 34 വരെയുമാണ്. ഇവയിൽ 16ാമത്തെ ഗുഹയാണ് എല്ലോറയിലെ കൈലാസ ക്ഷേത്രം. 300 അടി നീളവും 175 അടി വീതിയുമുള്ള കൈലാസ ക്ഷേത്രം 100 അടിയിലധികം ഉയരമുള്ള ഒരു ചെരിഞ്ഞ പാറക്കെട്ടിൽ കൊത്തിയെടുത്തതാണ്. മറ്റ് പുരാതന ശിലാഘടനകളിൽ നിന്നും വ്യത്യസ്തമായി ഈ ക്ഷേത്ര സമുച്ചയം മുകളിൽ നിന്ന് താഴേക്കാണ് കൊത്തിയെടുത്തിരിക്കുന്നത്. അതിനാൽ തന്നെ രൂപകൽപ്പനയുടെ വലിപ്പവും മഹത്വവും കാരണം ഈ ഗുഹ ഇന്ത്യൻ വാസ്തുവിദ്യയുടെ സമാനതകളില്ലാത്ത വിസ്മയമായി കണക്കാക്കപ്പെടുന്നു. ഐതിഹ്യങ്ങളുടെ കലവറയാണ് കൈലാസ ക്ഷേത്രം. ഏലാപുരി രാജ്യത്തിലെ മണികവതി എന്ന രാജ്ഞി പണി കഴിപ്പിച്ചതിനാൽ ഈ ശിലാക്ഷേത്രത്തെ മണികേശ്വർ ഗുഹാക്ഷേത്രം എന്ന് പരാമർശിക്കുന്ന ഗണ്യമായ സാഹിത്യ തെളിവുകൾ ഉണ്ട്. ഇന്നത്തെ അമരാവതി ജില്ലയിലെ എലിച്ച്പൂർ എന്ന പുരാതന അലജാപുരിയിലെ ഒരു രാജാവിന് താൻ മുൻജന്മത്തിൽ ചെയ്ത പാപത്താൽ ഭേദമാക്കാനാകാത്ത ഒരു അസുഖം ബാധിച്ചു. രാജാവ് ഒരിക്കൽ വേട്ടയാടുവാനായി മഹിസാമലയിലേക്ക് പുറപ്പെട്ടു. രാജാവിനൊപ്പം യാത്ര ചെയ്ത രാജ്ഞി കൃഷ്ണേശ്വരനെ ആരാധിക്കുകയും രാജാവിന് സുഖം പ്രാപിച്ചാൽ ശിവഭഗവാനോടുള്ള ബഹുമാനാർത്ഥം ഒരു ക്ഷേത്രം സ്ഥാപിക്കുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. രാജാവ് മഹിസാമലയിലെ വെള്ളത്തിൽ കുളിച്ചതിന് ശേഷം രോഗത്തിൽ നിന്ന് മുക്തി നേടി. അതീവ സന്തോഷവതിയായ രാജ്ഞി തന്റെ വാക്ക് നിറവേറ്റുവാനായി രാജാവിനോട് ഉടൻ തന്നെ ക്ഷേത്രം പണിയുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ക്ഷേത്രത്തിന്റെ ഏറ്റവും മുകളിലെ ശിഖര കാണുന്നതുവരെ ഉപവാസം അനുഷ്ഠിക്കുവാൻ രാജ്ഞി തീരുമാനിച്ചു. രാജാവ് അത് സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ക്ഷേത്രം പൂർത്തിയാക്കുവാൻ തയ്യാറുള്ള ഒരു വാസ്തുശില്പിയും മുൻപോട്ട് വന്നില്ല. രാജാവ് ആകെ വിഷമത്തിലായി. എന്നാൽ ഔറംഗാബാദിലെ പൈത്താൻ പ്രദേശവാസിയായ കോക്കാസ എന്ന ശില്പി ഈ വെല്ലുവിളി സ്വീകരിക്കുകയും രാജ്ഞിക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ ക്ഷേത്രത്തിന്റെ ഏറ്റവും മുകളിലെ ശിഖര കാണുവാൻ കഴിയുമെന്ന് രാജാവിന് വാക്ക് നൽകുകയും ചെയ്തു. ബുദ്ധിമാനായ കോക്കാസയും അയാളുടെ കൂട്ടാളികളും ചേർന്ന് ക്ഷേത്രം പാറയുടെ മുകളിൽ നിന്ന് താഴേക്ക് കൊത്തിയെടുക്കുവാൻ തുടങ്ങി. ഒരാഴ്ചയ്ക്കുള്ളിൽ ശിഖര പൂർത്തിയാക്കി. അങ്ങനെ വേഗത്തിൽ രാജ്ഞിയുടെ ഉപവാസം പൂർത്തിയാക്കുവാൻ സാധിച്ചു. രാജാവ് അതീവ സന്തോഷവാനായി. രാജ്ഞിയുടെ ബഹുമാനാർത്ഥം ക്ഷേത്രത്തിന് മണികേശ്വർ എന്ന് പേരിട്ടു. രാജാവ് എലാപുര, അതായത് ഇന്നത്തെ എല്ലോറ എന്ന പട്ടണവും പണിതു എന്നാണ് പറയപ്പെടുന്നത്. കൈലാസ ക്ഷേത്രത്തിന് യഥാർത്ഥത്തിൽ ഒരു എഴുതപ്പെട്ട ചരിത്രമില്ല. എന്നാൽ ക്ഷേത്രത്തെ കൃഷ്ണരാജയുമായി ബന്ധിപ്പിക്കുന്ന 2 എപ്പിഗ്രാഫുകളെ അടിസ്ഥാനമാക്കി കൃഷ്ണ ഒന്നാമന്റെ പേരുമായി തന്നെയാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം ചേർത്ത് വായിക്കപ്പെടുന്നത്. ആദ്യകാല പടിഞ്ഞാറൻ ചാലൂക്യരെ 8ാം നൂറ്റാണ്ടിൽ രാഷ്ട്രകൂടർ സ്ഥാനഭ്രഷ്ടരാക്കുകയും ഡെക്കാനിൽ അധികാരം പിടിച്ചെടുക്കുകയും ചെയ്തു. രാഷ്ട്രകൂട രാജവംശത്തിന്റെ ലിഖിതങ്ങൾ പ്രകാരം
രാഷ്ട്രകൂട രാജാവായ കൃഷ്ണ ഒന്നാമന്റെ നേതൃത്വത്തിലാണ് ഈ ക്ഷേത്രം പണി കഴിക്കപ്പെട്ടത്. ഗുജറാത്തിലെ ഒരു രാഷ്ട്രകൂട ശാഖയുടെ ഭരണാധികാരി കർക്കരാജ രണ്ടാമന്റെ ബഡോദര ചെമ്പ് ഫലകത്തിൽ കൈലാസനാഥന്റെ രക്ഷാധികാരിയായി കൃഷ്ണരാജയും എലാപുരിയിലെ ഒരു ശിവക്ഷേത്രത്തെയും പരാമർശിക്കുന്നു. ദേവന്മാരും വാസ്തുശില്പികളും അതിശയിക്കുന്ന തരത്തിൽ രാജാവ് ഒരു ക്ഷേത്രം നിർമ്മിച്ചതായി അതിൽ പറയുന്നു. ഇത് എല്ലോറയിലെ കൈലാസനാഥ ക്ഷേത്രത്തെക്കുറിച്ചുള്ള പരാമർശമാണെന്നും അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിന് കൃഷ്ണേശ്വര എന്ന പേര് ലഭിച്ചതെന്നും മിക്ക പണ്ഡിതന്മാരും വിശ്വസിക്കുന്നു. എന്നാൽ ഇപ്പോൾ ഈ ക്ഷേത്രം കൈലാസ എന്നാണ് അറിയപ്പെടുന്നത്. മേൽപ്പറഞ്ഞ ഈ എപ്പിഗ്രാഫുകൾ ഗുഹകളുമായി നേരിട്ട് ബന്ധിപ്പിച്ചിട്ടില്ലാത്തതിനാലും കൃഷ്ണരാജന്റെ ഭരണകാലത്തെക്കുറിച്ച് പറയാത്തതിനാലും കൃഷ്ണരാജന്റെ പിൻഗാമികൾ നടത്തിയ ഭൂമി കൈമാറ്റങ്ങളിൽ കൈലാസ ക്ഷേത്രത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളൊന്നും അടങ്ങിയിട്ടില്ല എന്നതിനാലും ഒരു വിഭാഗം ഈ ചരിത്രത്തെ തള്ളിക്കളയുന്നു. അതുപോലെ എല്ലോറയിലെ കൈലാസ ക്ഷേത്രവും അതിന്റെ വാസ്തുവിദ്യയും കൊത്തുപണികളും ഒരു രാജാവിന്റെ ഹ്രസ്വകാലത്ത് സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് അവകാശപ്പെടുവാൻ കഴിയില്ലെന്നും ഒരു നൂറ്റാണ്ടിലേറെക്കാലം നിരവധി രാജാക്കന്മാരുടെ കീഴിലായിരിക്കും ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം നടന്നിട്ടുണ്ടാവുക എന്നും ചില വിദഗ്ധർ പറയുന്നു. പടിഞ്ഞാറൻ ഇന്ത്യയിലെ ആളുകൾ ഈ പ്രദേശത്ത് ഇത്രയധികം ഗുഹകൾ ഉണ്ടാക്കിയതിന്റെ പ്രധാന കാരണം പാറയുടെ സ്വഭാവം കൊത്തുപണിക്ക് അനുയോജ്യമായതിനാലാണ് എന്നൂഹിക്കാം. കുന്നിൻ ചെരുവിൽ 90 ഡിഗ്രി ആംഗിളിൽ 3 വലിയ കിടങ്ങുകൾ കുഴിച്ച് കുന്നിന്റെ അടിത്തട്ടിലേക്ക് നീളത്തിൽ പാറകൾ വെട്ടിമാറ്റി. ഇത് നടുമുറ്റത്തിന്റെ ഒരു ആകൃതി നൽകി. അങ്ങനെ ഈ കിടങ്ങുകളുടെ മധ്യഭാഗത്ത് 200 അടിയിലധികം നീളവും 100 അടി വീതിയും 100 അടി ഉയരവുമുള്ള ഒറ്റപ്പെട്ട ഒരു വലിയ പാറക്കെട്ട് നിൽക്കുകയും ചെയ്തു എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. വാസ്തുവിദ്യ കണക്കനുസരിച്ച് ഈ കിടങ്ങുകൾ കുഴിച്ച് 1.5 മുതൽ 2 ദശലക്ഷം ക്യൂബിക് ഫീറ്റ് പാറകൾ നീക്കം ചെയ്ത് നിർമ്മിച്ചതായിരിക്കാം ഈ ക്ഷേത്രമെന്നാണ് പറയപ്പെടുന്നത്. അത്രയും ആഴത്തിലുള്ള കിടങ്ങുകളിൽ നിന്ന് കല്ലുകൾ പുറത്തെടുക്കുക അസാധ്യമായതിനാൽ ശില്പികൾ ഏറ്റവും ലളിതമായ രീതിയിൽ മുകളിൽ നിന്ന് താഴേക്ക് ക്ഷേത്രം കൊത്തിയെടുക്കുകയും ക്ഷേത്രത്തിന്റെ ചുറ്റുമുള്ള ഭാഗത്തു നിന്നും പാറകൾ മലഞ്ചെരിവിലൂടെ ഉരുട്ടിമാറ്റി നീക്കം ചെയ്തതായിരിക്കാം എന്നുമാണ് അനുമാനിക്കുന്നത്. നീക്കം ചെയ്ത ടൺ കണക്കിന് കല്ലുകൾ എവിടേക്കാണ് പോയതെന്ന് ഇപ്പോഴും ദുരൂഹമാണ്. സമീപത്ത് പാറകൾ കൂട്ടിയിട്ടിരിക്കുന്നതിന്റെ തെളിവുകളൊന്നും ഇന്നും കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ കൊത്തുപണിക്കാരും ശില്പികളും ക്ഷേത്ര നിർമ്മാണത്തിൽ ഒരുപോലെ പ്രവർത്തിച്ചിരുന്നു. ഒരു കൂട്ടർ പാറ പുറത്തെടുക്കുമ്പോൾ മറുകൂട്ടർ കൊത്തുപണികൾ തുടങ്ങും. മുകളിൽ നിന്ന് താഴേക്ക് കൊത്തിയെടുത്തതിനാൽ കരകൗശല തൊഴിലാളികൾക്ക് ഇരിക്കുവാൻ മതിയായ ഇടം ലഭിക്കുകയും കൊത്തുപണികൾ സുഗമമായി നടക്കുകയും ചെയ്തു. കൂടാതെ ശില്പികൾക്ക് കൃത്യമായ ഒരു പ്രവർത്തന മാതൃക ഉണ്ടായിരുന്നുവെന്ന് ചരിത്രകാരന്മാർ ഉറപ്പിച്ചു പറയുന്നു. ദിവസത്തിൽ 16 മണിക്കൂറോളം തൊഴിലാളികൾ ജോലി ചെയ്ത് കാണുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. അക്കാലത്ത് വൈദ്യുതി ഇല്ലാതിരുന്നതിനാൽ ഗുഹയ്ക്കുള്ളിൽ വെളിച്ചം പ്രതിഫലിക്കുവാൻ അവർ കണ്ണാടികൾ ഉപയോഗിച്ച് ജോലികൾ ചെയ്തുവെന്നാണ് അനുമാനിക്കുന്നത്. ഈ ക്ഷേത്രവും പട്ടടക്കലിലെ വിരൂപക്ഷ ക്ഷേത്രവും തമ്മിൽ അത്ഭുതകരമായ സാമ്യതകൾ ഉള്ളതിനാൽ ഈ 2 ക്ഷേത്രങ്ങളും ഒരേ ശില്പികൾ തന്നെയായിരിക്കും കൊത്തിയെടുത്തത് എന്ന് പൊതുവെ പറയപ്പെടുന്നു. ഇത്രയും ആഴത്തിലുള്ള കിടങ്ങുകൾ കുഴിച്ച് നടുവിലെ ഭീമാകാരമായ പാറ ഉളിയും ചുറ്റികയും ഉപയോഗിച്ച് മുകളിൽ നിന്ന് താഴേക്ക് കൊത്തിയെടുത്തതിനും കൊത്തിമാറ്റിയ പാറകൾ എവിടെ എങ്ങനെ ഉപേക്ഷിച്ചു എന്നതിനും ശക്തമായ തെളിവുകൾ ഒന്നുമില്ലാത്തതിനാൽ ഈ നിർമ്മാണ പ്രക്രിയയെ ഇന്നും കുറെ ആളുകൾ ചോദ്യം ചെയ്യുന്നു. ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഇന്നും ചെയ്യുവാൻ വെല്ലുവിളി ഉയർത്തുന്ന ഇത്തരമൊരു അത്ഭുതം പുരാതന സമൂഹങ്ങൾ എങ്ങനെ നിർമ്മിച്ചു എന്നതിലെ അത്ഭുതവും സംശയവും ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നു. ക്ഷേത്രത്തിന് കൈലാസ എന്ന പേര് ലഭിച്ചതിലും ഒരു കഥയുണ്ട്. യഥാർത്ഥത്തിൽ കൈലാസ ക്ഷേത്രത്തിൽ വെളുത്ത പ്ലാസ്റ്ററിന്റെ കട്ടിയുള്ള ഒരു പാളി ഉണ്ടായിരുന്നു. അത് കൈലാസ പർവ്വതത്തോട് സാമ്യമുള്ളതിനാലാണ് ക്ഷേത്രത്തിന് കൈലാസ എന്ന പേര് ലഭിച്ചത്. ക്ഷേത്രം മുഴുവൻ യഥാർത്ഥത്തിൽ പെയിന്റ് ചെയ്ത് പ്ലാസ്റ്റർ ചെയ്തതാണ് എന്ന് ചരിത്രകാരന്മാർ അവകാശപ്പെടുന്നു. അതിനാലാണ് ഇത് രംഗ്മഹൽ അല്ലെങ്കിൽ പെയിന്റ് ചെയ്ത കൊട്ടാരമെന്നും അറിയപ്പെട്ടിരുന്നത്. പഴയ പെയിന്റിന്റെ ചില ശകലങ്ങൾ ഇപ്പോഴും മുകളിലെ ക്ഷേത്രത്തിന്റെ പൂമുഖത്തിന്റെ മേൽക്കൂരയിൽ കാണുവാൻ കഴിയും. രാവണൻ കൈലാസ പർവ്വതം ഉയർത്തുവാൻ ശ്രമിക്കുന്ന ശ്രദ്ധേയമായൊരു ശില്പം ഇവിടെ ഉള്ളതിനാലാണ് കൈലാസ എന്ന പേര് ലഭിച്ചതെന്നാണ് മറ്റൊരു വ്യാഖ്യാനം. എല്ലോറയിലെ കൈലാസ ക്ഷേത്രത്തെക്കുറിച്ച് രസകരമായ ഒരു കഥ കൂടിയുണ്ട്. മുഗൾ രാജാവായ ഔറംഗസേബ് നിരവധി ക്ഷേത്രങ്ങൾ നശിപ്പിക്കുന്ന കാലത്ത് കൈലാസ ക്ഷേത്രവും തകർക്കുവാൻ ശ്രമിച്ചു.
1682 ക്ഷേത്രം തകർക്കുവാൻ 1000 പേരെ അയച്ചതായി പറയപ്പെടുന്നു. അവർ 3 വർഷം ജോലി ചെയ്തെങ്കിലും കുറച്ച് പ്രതിമകൾ മാത്രമേ തകർക്കുവാനും വിരൂപമാക്കുവാനും സാധിച്ചുള്ളൂ. ശില്പികൾ ക്ഷേത്രം പണിയുന്നതിന് ചുറ്റികയും ഉളിയും മാത്രമാണ് ഉപയോഗിച്ചിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. എങ്കിലും തകർക്കുവാൻ ബുദ്ധിമുട്ടുള്ള പാറയായതിനാൽ ക്ഷേത്രം പൂർണ്ണമായി നശിപ്പിക്കുക അസാധ്യമാണെന്ന് മനസ്സിലാക്കിയ ഔറംഗസേബ് ഒടുവിൽ ആ ദൗത്യം ഉപേക്ഷിച്ചു എന്നാണ് പറയപ്പെടുന്നത്. 30 ദശലക്ഷത്തിലധികം സംസ്കൃത കൊത്തുപണികൾ ഇനിയും വിവർത്തനം ചെയ്യപ്പെടാനുണ്ടെന്ന് പുരാവസ്തു ഗവേഷകർ കണക്കാക്കുന്നു. ഭാഷയുടെ മറഞ്ഞിരിക്കുന്ന അർത്ഥം കണ്ടെത്തുവാൻ വിദഗ്ധർക്ക് കഴിഞ്ഞാൽ ഇത് കൈലാസ ക്ഷേത്രത്തെ ഭൂമിയിലെ ഏറ്റവും മൂല്യമുള്ള ചരിത്ര വസ്തുവാക്കി മാറ്റും. കൈലാസ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഏറ്റവും കൗതുകകരവും അത്ര തന്നെ നിഗൂഢവുമായ വസ്തുതകളിലൊന്ന് അതിന്റെ നിർമ്മാണം അന്യഗ്രഹ ജീവികളുടേതാണെന്ന് പലരും വിശ്വസിക്കുന്നു എന്നതാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾ മുൻപുള്ള ഏറ്റവും വലിയ മൊണോലിത്തിക് നിർമ്മാണങ്ങൾ ഒരു സാങ്കേതിക വിദ്യയും കൂടാതെ നിർമ്മിക്കുന്നത് അസാധ്യമായതിനാലാണ് ഇങ്ങനെ ഒരു വിശ്വാസം നിലവിലുള്ളത്. പക്ഷെ മനുഷ്യർക്ക് ഈ നിർമ്മിതിയെപ്പറ്റി കൃത്യമായ വിശദീകരണം നൽകുവാൻ സാധിക്കാത്തതിനാലാണ് ഒരു വിഭാഗം അന്യഗ്രഹ സാന്നിധ്യത്തെ കൈലാസ ക്ഷേത്രവുമായി ബന്ധപ്പെടുത്തി പറയുന്നത് എന്നാണ് ചിലർ പറയുന്നത്. എത്ര പേർ ഇതിനോട് യോജിക്കുന്നുവെന്നത് ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട കാര്യം തന്നെയാണ്. എങ്കിലും കൈലാസ ക്ഷേത്രം പോലെ ഗാംഭീര്യമുള്ളൊരു നിർമ്മിതി പിന്നീട് സൃഷ്ടിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നത് വസ്തുതയാണ്. ഇന്ന് എല്ലോറ യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമാണ് എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. അത്ഭുതകരമായ വലിപ്പവും വാസ്തുവിദ്യയും ശില്പകലയും കാരണം കൈലാസ ക്ഷേത്രം ലോകത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഗുഹാക്ഷേത്രമായി കണക്കാക്കപ്പെടുന്നു. ഏകദേശം 145 അടി വീതിയും 195 അടി നീളവും 90 അടി ഉയരവുമുള്ള കൈലാസ ക്ഷേത്രത്തിന് ഏതൻസിലെ പാർത്ഥനോണിന്റെ ഇരട്ടി വലിപ്പമാണുള്ളത്. രൂപകൽപ്പനയുടെ വലിപ്പവും മഹത്വവും കൊണ്ട് മനസ്സിനെ ത്രസിപ്പിക്കുന്ന ഈ പുരാതന വിസ്മയം ഇന്ത്യൻ വാസ്തുവിദ്യയുടെ സമാനതകളില്ലാത്ത ഒരു മാസ്റ്റർ പീസ് തന്നെയാണ്. കാലങ്ങൾക്ക് മുന്നേ ഇന്ത്യ മഹാരാജ്യം ലോകത്തെ വിസ്മയിപ്പിച്ചു തുടങ്ങിയിരുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് കൈലാസ ക്ഷേത്രം. ക്ഷേത്രത്തിന്റെ ആ പ്രൗഢിയും ചാരുതയും നൂറ്റാണ്ടുകൾക്കും കാലങ്ങൾക്കും അപ്പുറം ഒരു വിസ്മയമായി നിലകൊള്ളുമെന്നത് തീർച്ച. ആ പ്രതീക്ഷയോടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. പക്ഷെ കോൺവെർസേഷൻസ് അത് തുടർന്നുകൊണ്ടേയിരിക്കും. വി വെർ ജസ്റ്റ് ഇൻ കോൺവെർസേഷൻസ്. ഗുഡ് ബൈ.